കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർദ്ധരാത്രിയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ഇൻസ്റ്റഗ്രാമിൽ ഇടുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് അദ്ദേഹം ആ വീഡിയോ റെക്കോർഡ് ചെയ്തത്. ഒരു സെൽഫി വീഡിയോ, ഒരു റീൽ വീഡിയോ അദ്ദേഹം പോസ്റ്റ് ചെയ്തു. അതിനകത്ത് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കർശന നടപടികൾ എടുക്കുമെന്നും നിയമപരമായി തന്നെ കൂടുതൽ കർക്കശപരമായ സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്നൊക്കെ അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ഉറപ്പ് നൽകിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അതേ സമയത്ത് തന്നെ JP നദ്ദയുടെ നേതൃത്വത്തിൽ സോനം വാങ്ചുങ്ങിന്റെ ആ ഒരു നിരാഹാര സമരം അവസാനിപ്പിക്കൽ നടക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇത് പല പല ഘട്ടങ്ങളായിട്ടാണ് മോദി ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ഇടപെട്ടത്. അതായത് ഇവിടെ മോദി ഗവൺമെന്റിന് ഒരു കാര്യം നന്നായിട്ട് അറിയാമായിരുന്നു. ഈ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതും പരീക്ഷ റദ്ദാക്കേണ്ടി വന്നതും ഒരുപാട് വിദ്യാർത്ഥികളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇന്ന പൊളിറ്റിക്കൽ പാർട്ടി എന്നൊന്നുമില്ല. നീറ്റ് പരീക്ഷ എല്ലാ വിദ്യാർത്ഥികളും എഴുതുന്നതാണ്. അതിനകത്ത് എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളെയും പിന്തുണയ്ക്കുന്നവരുണ്ട്. അതായത് BJPയെ സപ്പോർട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികളുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോരുകയും അതിനെ തുടർന്ന് ഈ ഒരു പരീക്ഷ റദ്ദാക്കേണ്ടി വന്നതിന് പിന്നാലെ മോദി സർക്കാരിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് അവിടെ ഉണ്ടായത്. കാരണം ഈ വിദ്യാർത്ഥികളുടെ സപ്പോർട്ട് നഷ്ടമാകുന്നു, അവരുടെ കുടുംബത്തിന്റെ സപ്പോർട്ട് നഷ്ടമാകുന്നു. അപ്പൊ രാഷ്ട്രീയമായിട്ട് ഒരു തിരിച്ചടി അവിടെ തങ്ങൾക്കുണ്ടാകുമെന്ന് അവർക്ക് തീർച്ചയായും മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ മോദി സർക്കാർ ആദ്യ നാൾ മുതൽ തന്നെ എതിർക്കാതിരുന്നത്. അമേരിക്കയിൽ നിന്ന് ഈ പരീക്ഷയുമായി ഒരു ബന്ധവുമില്ലാത്ത ചെറുപ്പക്കാരനാണ് ഈ മൂവ്മെന്റ് തുടങ്ങുന്നത്. അമേരിക്കയിൽ നിന്ന് അയാൾ ഇന്ത്യയിൽ വരുമ്പോൾ അയാൾക്ക് മികച്ച സുരക്ഷ കൊടുത്ത് അയാളെ സമരപ്പന്തൽ വരെ കൊണ്ടുപോയതാണ് ഡൽഹി പോലീസ്. അതായത് നമ്മുടെ അഭിജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ യുവാക്കളെ കൂട്ടിക്കൊണ്ട് ഈ ഒരു കോക്രോച്ച് പാർട്ടി ഉണ്ടാക്കി സമരം തുടങ്ങുന്ന സമയത്ത് മോദി സർക്കാർ പാലിച്ച സംയമനം എല്ലാവരെയും ഞെട്ടിച്ചളഞ്ഞു. അഭിജിത്തിന് പോലും പറയേണ്ടി വന്നു, ഞാൻ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഉടനെ എന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഉണ്ടായില്ല, അത് എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന്. അപ്പൊ ഈ വിധത്തിൽ മോദി സർക്കാർ എന്തിനാണ് ഈ സമരം നടക്കാനുള്ള ഒരു അവസരം കൊടുത്തത്? പലരും ചോദിക്കുന്നത്, അഭിജിത്ത് വന്നിറങ്ങിയപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ജന്തർ മന്ദറിൽ ആള് കൂടി തുടങ്ങിയപ്പോൾ തന്നെ അതിനെ കൺട്രോൾ ചെയ്തിരുന്നുവെങ്കിൽ ഈ വിധത്തിൽ സമരം ഇത്രയും രൂക്ഷമാകുമായിരുന്നില്ല എന്നാണ് പലരും പറയുന്നത്. അവിടെയാണ് മോദി എന്ന് പറയുന്ന ചാണക്യന്റെ ബുദ്ധി നിങ്ങൾ കാണേണ്ടത്. കഴിഞ്ഞ ദിവസം രാത്രി നരേന്ദ്രമോദി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ യുവാക്കളിൽ പലരുടെയും വീഡിയോകൾ ഉടനെ തന്നെ വന്നു. നരേന്ദ്രമോദി തളർന്നു പോയോ? നരേന്ദ്രമോദി വിദ്യാർത്ഥികളെ കണ്ട് ഭയന്നുപോയി. നരേന്ദ്രമോദി പ്രതിഷേധങ്ങളിൽ ഒന്ന് വിരണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം വീഡിയോയുമായി വന്നിരിക്കുന്നത് എന്ന്. ശരിയാണ്, മോദിക്ക് വേണ്ടിയിരുന്നതും യുവാക്കളുടെ ആ അഭിപ്രായം തന്നെയാണ്. എന്ന് വെച്ചാൽ യുവാക്കളുടെ പ്രതിഷേധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനകത്ത് നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. മോഡിക്ക് ആ കാര്യത്തിൽ ആശങ്ക ഉണ്ടായിരിക്കുന്നു. മോഡി അതുകൊണ്ട് നേരിട്ട് തന്നെ യുവാക്കൾക്ക് വേണ്ടി ഇടപെട്ട് വീഡിയോ ചെയ്തിരിക്കുന്നു. വൈകാതെ നടപടികൾ എടുക്കാൻ പോകുന്നു. ഇത് തന്നെയാണ്, ഈ അഭിപ്രായം തന്നെയാണ് മോദിക്ക് വേണ്ടിയിരുന്നത്. എന്തുകൊണ്ടെന്നല്ലേ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗവൺമെന്റിന് ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ജനങ്ങളുടെ ഉള്ളിൽ ഒരു അമർഷം ഉണ്ടാവും. ഈ അമർഷം അവരുടെ മനസ്സിൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് വലിയ രീതിയിലുള്ള തിരിച്ചടി ഭാവിയിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാവും. അതേ സമയത്ത് ജനങ്ങളും വിദ്യാർത്ഥികളും പ്രതിഷേധിക്കാൻ വരുന്നു എന്ന് കരുതുക. ഗവൺമെന്റ് പെട്ടെന്ന് അതിനെ അടിച്ചമർത്താതെ കുറെ ദിവസം അതിനെ മുന്നോട്ട് പോകാൻ അനുവദിക്കണം. അവരുടെ ഉള്ളിലെ രോഷം പതുക്കെ തണുക്കാനായിട്ട് ഇത് സഹായിക്കും എന്ന ഒരു തന്ത്രമുണ്ട്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ഒരു മാഫിയ സംഘത്തിന്റെ കളിയാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അത് നിയന്ത്രിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യം യുവാക്കളെക്കാൾ കൂടുതൽ ഗവൺമെന്റിനാണ്. ചോദ്യപേപ്പർ ചോർന്നു കഴിഞ്ഞാൽ ആർക്കാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത്? സ്വാഭാവികമായി ചിന്തിക്കൂ, വലിയൊരു എക്സാം നടക്കുകയാണ്, ആ എക്സാമിന്റെ ചോദ്യപേപ്പർ ചോരുന്നു, എക്സാം റദ്ദാക്കുകയാണ്. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയല്ലേ പ്രതിരോധത്തിലാവുന്നത്. അപ്പോ ഈ പാർട്ടിയെ എതിർക്കുന്നവരും വലിയ മാഫിയ സംഘങ്ങളുമൊക്കെ ചോദ്യപേപ്പർ ലീക്ക് ചെയ്യാനേ ശ്രമിക്കൂ. അല്ലാതെ ഈ പാർട്ടിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ അതിന്റെ വിദ്യാഭ്യാസ മന്ത്രിയോ പ്രധാനമന്ത്രിയോ ഇത് ലീക്ക് ചെയ്ത് സ്വയം പണി വാങ്ങിച്ചു വെക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല. അപ്പൊ ഇതിന്റെ വലിയൊരു മാഫിയ ഇതിന്റെ പുറകിലുണ്ട്. അതിനെ ഇല്ലാതാക്കുക എന്നത് മോദി സർക്കാരിന്റെ ആണ് ആവശ്യം ഏറ്റവും പ്രധാനമായിട്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടത്, സമരം വരുന്നു, വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നു, അവരുടെ സ്വാഭാവിക പ്രതിഷേധത്തെ ഗവൺമെന്റ് യാതൊന്നും ചെയ്യുന്നില്ല. എപ്പോഴാണ് പോലീസ് ഇടപെടുന്നത്? ഇത് പാർലമെന്റ് മാർച്ചിലേക്ക് പോകുമ്പോഴാണ് പോലീസ് ഇടപെടുന്നത്. അവിടെയും കൂടുതലും ഈ പോലീസ് കൈകാര്യം ചെയ്തത് അക്രമാസക്തരായ ആളുകളെയാണ്. വിദ്യാർത്ഥി സമരത്തിലേക്ക് പടിപ്പടിയായിട്ട് മറ്റു കൂട്ടർ വന്ന് ചേരുന്നത് കണ്ടപ്പോഴാണ് ഗവൺമെന്റിന് അതിന് ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അതായത് കർഷക സമരത്തിന്റെ നേതാക്കള്, ആം ആദ്മിയുടെ നേതാക്കള്, അതുപോലെ ഭീം ആർമിയുടെ നേതാക്കള്, അവരുടെ അണികളെല്ലാം തന്നെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലേക്ക് വന്നു ചേരുകയാണ്. അപ്പോൾ നിഹാങ്കുകളെ നമ്മൾ കണ്ടു ആയുധധാരികളായിട്ട്. അങ്ങനെ വന്ന സമയത്ത് ഇത് തീർച്ചയായിട്ടും പാർലമെന്റിലേക്ക് ഒരു പ്രതിഷേധമായി പോയി കഴിഞ്ഞാൽ
അവിടെ ഒരു വലിയ കലാപ സാഹചര്യം ഉണ്ടാകുമെന്ന് വന്നപ്പോഴാണ് ഡൽഹി പോലീസിന് അവിടെ ഇടപെടേണ്ടി വന്നതും പിന്നീട് ലാത്തി ചാർജ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടായതും. പക്ഷെ അപ്പോഴും അത് മോദി സർക്കാർ ആഗ്രഹിച്ചിട്ട് സംഭവിച്ചതല്ല. മോദി സർക്കാരിന് വേണ്ടിയിരുന്നത് സമരം ചെയ്യട്ടെ, ജനങ്ങളും വിദ്യാർത്ഥികൾ അവരുടെ മനസ്സിലെ ദേഷ്യം മാറട്ടെ, ഗവൺമെന്റിനെതിരെ പ്രതിഷേധിച്ച് ഒടുവിൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവണം അവരുടെ പ്രതിഷേധം കൊണ്ട് മോഡി സർക്കാർ ഒടുവിൽ മുട്ടുകുത്തി, മോഡി സർക്കാർ അവരുടെ ആവശ്യങ്ങൾ പലതും അംഗീകരിക്കുന്നു എന്നവർക്ക് തോന്നണം. ഇവിടെ മോഡി സർക്കാർ ധർമ്മേന്ദ്ര പ്രധാനോട് രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല. പകരം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കൃത്യമായ പരിഹാരമാണ് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ജെന്യുവിനായിട്ടുള്ള സമരക്കാരുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ഇതിൽ തൃപ്തരാവും, അവർ ഈ സമരത്തിൽ നിന്ന് പിന്തിരിയും. പിന്നെ അവശേഷിക്കുന്നത് മോദി വിരുദ്ധരായിട്ടുള്ള ആളുകളായിരിക്കുമെന്ന് മോദിക്ക് നന്നായിട്ട് അറിയാം. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ഇതിന്റെ വലിയ കളികൾ നമുക്കിനി കാണാം. ഇന്നലെ മോദിയുടെ വീഡിയോ വന്നു, ഇനി അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട ബില്ലുകൾ കൊണ്ടുവരും, നിയമങ്ങൾ കൊണ്ടുവരും. അത് കഴിഞ്ഞാൽ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നിഷ്പക്ഷരായ വിദ്യാർത്ഥികൾ, BJP അനുകൂലികളായിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഈ മോദി സർക്കാർ ഈ ചെയ്ത നടപടിയിൽ തൃപ്തി തോന്നുന്ന വിദ്യാർത്ഥികളെല്ലാം ഇതിൽ നിന്ന് പിന്മാറും. പിന്നെ അവിടെ അവശേഷിക്കുന്നത് ഈ എപ്പോഴും കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന, എപ്പോഴും മോദി സർക്കാരിനെതിരായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന കുറച്ച് ആളുകളായിരിക്കും. അവരെ ഏത് വിധേന കൈകാര്യം ചെയ്യണം എന്നുള്ളത് മോദി സർക്കാരിന് ആലോചിക്കാനും പറ്റും. അപ്പൊ ഇത് കൃത്യമായിട്ട് മോദി സർക്കാരിന്റെ ഒരു പദ്ധതി തന്നെയായിരുന്നു. കാരണം അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. നീറ്റ് പേപ്പർ ചോർച്ച എത്ര വലിയ മാഫിയ ഉണ്ടെങ്കിലും അതൊന്നും സംഭവിക്കാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഭരിക്കുന്ന പാർട്ടിക്ക് ഉണ്ടല്ലോ. ഇപ്പൊ അവർ ലീക്ക് ചെയ്തു, അല്ലെങ്കിൽ ഇവർ ലീക്ക് ചെയ്തു, അല്ലെങ്കിൽ വിദേശ ശക്തി ഇടപെട്ടു എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി അതിനെ ഒരു ശക്തിക്കും ലീക്ക് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ സെക്യൂർ ആക്കുക എന്നുള്ളതാണ്. സോ അവിടെ വീഴ്ച പറ്റിയപ്പോൾ ഗവൺമെന്റ് ന്യായമായും ആ ജനകീയ പ്രക്ഷോഭത്തെ, വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അനുവദിച്ചു കൊടുത്തു എന്നതാണ് നമ്മൾ കാണേണ്ടത്. ചുരുക്കത്തിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉണ്ടായ ഒരു ദേഷ്യം അത് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം തന്നെയാണ് നമ്മൾ അവിടെ കണ്ടത്. അതായത് സങ്കടം തോന്നിയാൽ പൊട്ടിക്കരയണം, ദേഷ്യം തോന്നിയാൽ പൊട്ടിത്തെറിക്കണം എന്ന് പറഞ്ഞ പോലെ. ഈ പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ ബോംബ് വെച്ച് സ്വയം ചാവേറാവുന്ന കാര്യത്തെക്കുറിച്ചല്ല കേട്ടോ. ഈ പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ ദേഷ്യമായിട്ട് കാണിച്ചു കളയുകയും സങ്കടമായിട്ട് കാണിച്ചു കളയുകയും ചെയ്യണം. ഇത് രണ്ടും ഉള്ളിൽ വെക്കാൻ പാടില്ല. ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അതും മനസ്സിലാക്കി തന്നെ ആകണം മോഡി സർക്കാർ ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്ന മോദിയുടെ വീഡിയോ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഫ്രണ്ട്സ് എന്ന് വിളിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലെ വിദ്യാർത്ഥികളെ തന്നെയാണ് അതിനകത്ത് പ്രധാനമായിട്ടും മോഡി അഭിസംബോധന ചെയ്തത്. നമുക്ക് ഇന്നത്തെ എല്ലാ യുവാക്കളെയും, എല്ലാ വിദ്യാർത്ഥികളെയും അരാഷ്ട്രീയവാദികളെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ രാജ്യവിരുദ്ധരെന്ന് പറഞ്ഞു മുദ്ര കുത്താനൊന്നും പറ്റില്ല. ഒരുപാട് വിദ്യാർത്ഥികൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ, ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ്. ഇവിടെ നടന്ന കാര്യങ്ങളിലെ തന്നെ യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ട് പല വിദ്യാർത്ഥികൾക്കും എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയില്ല. അവർ കരുതുന്നത് എന്തോ അവരെ ചെയ്തു, അതുകൊണ്ട് അവിടെ പോയി സമരം ചെയ്യണം, മോദി താഴെ ഇറക്കണമെന്നാണ്. യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചിട്ടാണ് സമരം ഉണ്ടായതെന്നും അതിന്റെ പശ്ചാത്തലം എന്താണെന്നൊന്നും അന്വേഷിക്കാൻ ഇൻസ്റ്റഗ്രാമിലുള്ള പല ഇന്നത്തെ തലമുറയിലെ കുട്ടികളും തയ്യാറായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവരെ വളരെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. അവർ നാളത്തെ തലമുറയാണ്. അപ്പൊ അവർക്ക് അവരുടെ പ്രതിഷേധങ്ങൾക്ക് ഈ രാജ്യത്ത് വില ഉണ്ടെന്ന് അവർക്ക് തോന്നുകയും വേണം. അതേ സമയത്ത് തന്നെ ഭരണകൂടത്തെ പൂർണ്ണമായി തങ്ങൾ മുട്ടുകുത്തിച്ചു എന്ന് അവർ അഹങ്കരിക്കാനും പാടില്ല. ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിരിക്കണം റിസൾട്ട്. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ രാജിവെപ്പിക്കാമെന്ന് മോദി പറയുകയാണെങ്കിൽ, ഉടനെ തന്നെ പറയുകയാണെങ്കിൽ, അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് അവർ ഭയങ്കരമായിട്ട് അഹങ്കരിക്കുന്നതിലേക്ക് പോകും. അത് ഭരണസ്തംഭനത്തിലേക്ക് ഭാവിയിൽ നയിക്കും. അപ്പൊ ഈ വിദ്യാർത്ഥികൾ ഉപയോഗിച്ചുകൊണ്ട് എന്തും നേടാമെന്ന് പൊളിറ്റിക്കൽ പാർട്ടികൾ മനസ്സിലാക്കും. അത് രാജ്യത്തിന്റെ ഫ്യൂച്ചറിന് നല്ലതല്ല. അതേ സമയത്ത് വിദ്യാർത്ഥികൾ ഇത്രയും സമരം ചെയ്ത്, അടികൊണ്ട് സമരം ചെയ്തിട്ട് ഒരു നേട്ടവും അവർക്ക് ഉണ്ടായില്ല എങ്കിൽ അവർ മാനസികമായി തളർന്നു പോകും. നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് അവർക്ക് തോന്നും. അവർ തീർത്തും അരാഷ്ട്രീയവാദികളായിട്ട് മാറും. അപ്പൊ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകണം, അവരുടെ സമരം പ്രധാനമന്ത്രിക്ക് നേരിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അർദ്ധരാത്രിയിൽ പ്രധാനമന്ത്രി ഒരു വീഡിയോയുമായിട്ട് വന്നത്, ഉടനടി നടപടികളിലേക്ക് പോകുന്നത് എന്ന് വിദ്യാർത്ഥികൾക്ക് തോന്നണം. പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യത്തിലും പ്രതിഷേധങ്ങളിലും അവകാശങ്ങളിലും ഒക്കെ വിശ്വാസം ഉണ്ടാവണം, രാഷ്ട്രീയത്തിൽ വിശ്വാസം ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ വളരെ കൃത്യമാണ്. അദ്ദേഹം അർദ്ധരാത്രിയിൽ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ല. അദ്ദേഹം ഇത്തരം ഒരു ശൈലിയിൽ വീഡിയോ ചെയ്യുന്ന ഒരാളെ അല്ല. അപ്പോൾ അവിടെ നമ്മളത് മനസ്സിലാക്കണം. രണ്ട്, അതേസമയം തന്നെ കുറെ വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തി മോദി സർക്കാരിനെ മുട്ടുകുത്തിക്കാം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് നടക്കില്ല എന്ന്. ഇത് രണ്ടും ഒരേപോലെ മോദി ഗവൺമെന്റ് ഇന്നലെ കാണിച്ചു കൊടുത്തു. സോനം വാങ്ചുങ്ങിന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചതും മോദിയുടെ വീഡിയോയും ഈ രൂപത്തിൽ വേണം നമ്മൾ കാണാൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.